നമസ്കാരം. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ചേലക്കുളം ഡിവിഷനിൽ ഇക്കുറിയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഇവിടെ ആര് വാഴും ആര് വീഴുമെന്ന് നമുക്ക് വോട്ടർമാരോട് തന്നെ ചോദിച്ചു വരാം. ബ്ലോക്കിലേക്ക് ആർക്കാണ് സാധ്യത? ഇവിടെ രണ്ടുപേരാണ് ഇപ്പൊ മെയിനായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഇവരെ ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്ത അസ്മ ആളുകൾക്ക് വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്തതാണ്. അത് ആളുകൾ മറക്കൂല. അവരെ കാരണം ഏത് പാരാട്ടി വന്നാലും അതിലും എന്ത് കാര്യത്തിന് ഓടി എത്ര ആളാ. അതുകൊണ്ട് ഏറ്റവും 90% വിജയസാധ്യത അവർക്കാണ്. പിന്നെ സന്തോഷവും ചർച്ച ഇലക്ഷൻ തന്നെയാണല്ലോ. ആർക്കാണ് ചെയ്തേക്കണം എല്ലാം കൊണ്ടും എല്ലാ ആൾക്കാർക്കും നാട്ടുകാർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ 100% അസ്മാക്കാണ് സാധ്യത. ഏത് പാതിരക്കും ആര് എന്ന് പറഞ്ഞാലും മുഖം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ വന്ന് കാര്യങ്ങൾ നടത്തിത്തരും. ഏക പ്രതിപക്ഷ ഒരു മെമ്പർ ഈ അസ്മയായിരുന്നല്ലോ. ഈ അസ്മയിലൂടെയാണ് ഈ 2020 തട്ടിപ്പ് മുഴുവൻ ജനങ്ങൾ അറിയുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ ഈ പറയുന്ന ഇലക്ഷൻ ഒരു വലിയ ഗുണം ചെയ്യുന്നു. പിന്നെ ഒരുപാട് ഇതിന്റെ മൊത്തം വിഷയവും പല കാരണം ഇതിനെ ഉദ്ദേശിച്ച പിള്ളേർ സ്ഥാപനം നടക്കൂല. പല ആളുകൾക്ക് മനസ്സിലായി ഈ കരി വിട്ട് ഈ ആളെ പിടിച്ച് ചെയ്ത് ആൾക്കാർക്ക് തട്ടിപ്പൊന്നും ആൾക്കാർക്ക് കേൾക്കൂല. പല കാര്യം ആൾക്കാർ കൂടിയിട്ട് പച്ചക്കറി കൊടുത്ത് അതുകൊണ്ട് ആൾക്കാർക്ക് ഉപദ്രവമായ ആൾക്കാർ മനസ്സിലായി. അപ്പൊ അതുപോലെ ആൾക്കാർക്ക് പല ഇതിലും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന ആളല്ല സാബു. അവൻ ഈ കോയിലാർക്കാർ അതുകൊണ്ടാണ് ചേലക്കുളം പിടിക്കാൻ പറ്റാത്തത്. അതെ, ഇത് കിട്ടിയിട്ടില്ല. ഇനിയും കിട്ടൂല. ഇനി എന്ത് ഇവിടെ താമസിച്ചാലും ഇത് കിട്ടാൻ പറ്റില്ല. ഇവിടെ കിട്ടില്ല. ആളുകളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത്. കുറെ നല്ലൊരു മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്നാലും സന്തോഷ് അഞ്ചാതിയാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. ഡിവിഷൻ ബ്ലോക്കാണോ? ബ്ലോക്കിലേക്ക് അസ്മാലിയാർ തന്നെ, അല്ലാതെ വേറെ ആരാ? അസ്മാലിയാരുടെ കഴിഞ്ഞ 5 വർഷത്തെ പഞ്ചായത്തിലെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. ചേലക്കുളം വാർഡിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ലൊരു വ്യക്തിത്വമാണ്, എല്ലാവർക്കും സ്വീകാര്യമായ ഒരു വ്യക്തിത്വമാണ്. നാട്ടുകാരുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അസ്മാലിയാർ അസ്മലിയാർ പേരാണ് മൊത്തത്തിൽ കേൾക്കുന്നത്. അത് അസ്മാലിയാർ എന്ന് പറഞ്ഞ ഈ വാർഡിൽ അതുമാതിരി വികസനം ഒന്ന്. പിന്നെ നമ്മുടെ കോർപ്പറേറ്റ് മുതലാളിക്കെതിരെ 2020-ക്കെതിരെ ആഞ്ഞടിക്കണ ഒരു വനിത, ഉരുക്കു വനിതയാണ് നമ്മുടെ അസ്മാലിയാർ. പിന്നെ അസ്മാലിയാർ ജയിച്ചില്ലേ ആര് ജയിക്കും ഇവിടെ? ഞങ്ങള് തോറ്റു പോകൂലേ? അസ്മാലിയാർ എന്തായാലും ജയിക്കും. പിന്നെ ജയിക്കണ്ട നമ്മുടെ ആവശ്യമല്ലേ. ഉമ്മ, ഈ ബ്ലോക്കിലേക്ക് ആർക്കും ഒരു സാധ്യത തവണ അസ്മാലിയാർ എല്ലായിടത്തും പോയാലും അസ്മയുടെ പേരാണ് കേൾക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് അസ്മ നാടിന് നല്ല പ്രവർത്തനം 5 വർഷം ചെയ്തുകൊണ്ട് അസ്മാക്ക് വേണ്ടി. ഈ കോർപ്പറേറ്റ് ഭരണത്തിനെതിരെയൊക്കെ ആഞ്ഞടിച്ച ഒരാൾ കൂടിയായിരുന്നല്ലോ അസ്മാത്ത. അതുകൊണ്ട് അതൊക്കെ വലിയ ഗുണമായിട്ട് മാറും. ഗുണമായിട്ട് മാറിയിത്തോണം. നിങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടോ? അസ്മാത്തെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്, പാവാണ്, നമുക്കെല്ലാം ചെയ്തൊക്കെ തരാറുണ്ട്. വോട്ടുണ്ടായിരുന്നെങ്കിൽ ആർക്ക് കയറുന്നു? അസ്മലിയാറിനെ ചെയ്യും. പിള്ളേര് പോലും പറയുന്നത് അസ്മത്തയുടെ പേരാണ്. ബ്ലോക്കിലേക്ക് ഇത്തവണ ആർക്കൊരു സാധ്യത നമുക്ക് ജയിച്ചിരിക്കും അസ്മാത്ത. ആർക്കൊരു സാധ്യത? അസ്മത ജയിക്കണം, ജയിക്കും തീർച്ചയായിട്ടും. അസ്മത്തയുടെ പേരാ കൂടുതൽ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് അസ്മത്ത് നമ്മുടെ വാർഡിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു പാർട്ടി ബേസിക് ആയിട്ടില്ല, എല്ലാവരുടെ കാര്യത്തിനും ആരെന്ത് പറഞ്ഞാലും ആ സമയത്ത് സ്പോട്ടിൽ ഓടി വന്നിരിക്കും. അതാണ് അത്. രാത്രിയാണെങ്കിലും ഹസ്ബൻഡിനെ കൂട്ടിയിട്ടാണെങ്കിലും വന്നിട്ട് കാര്യം നമുക്ക് ക്ലിയർ ചെയ്ത് തരും. ലൈവ് ആണല്ലേ? പിന്നല്ല. അസ്മാലിയാർക്ക് ആണെന്ന് പറയാനുള്ള കാരണം കിഴക്കമ്പലം പഞ്ചായത്തിലെ ആദ്യത്തെ മെമ്പർ പുള്ളിയാണല്ലോ, 6ാം വാർഡിലെ. അപ്പൊ പുള്ളിക്കാരത്താണ് ഇവിടെ എല്ലാ പരിപാടിയും ചെയ്തേക്കുന്നത്. എല്ലാ കാര്യങ്ങളും മുന്നിട്ടിറങ്ങിയേക്കുന്നത് പുള്ളിക്കാരത്തി തന്നെയാണ്. അതുകൊണ്ടാണ് അസ്മാലിയാർ വോട്ട് ചെയ്യുന്നത്. ബ്ലോക്കിലേക്ക് സാധ്യത പറയുന്നതിന് മുമ്പ് ബ്ലോക്കിൽ നമ്മൾ ആർക്കെതിരെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഒരു കുത്തക ഭരണത്തിനെതിരെ ഈ നാട് മൊത്തം ഒന്നിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടും ഇപ്പൊ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാവുങ്ങപ്പറമ്പിന്റെ ഈ വാർഡിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ആളാണ് 2020-യുടെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുത്തക ഭരണത്തിനെതിരെ തീർച്ചയായിട്ടും ഇവിടെയുള്ള യുവതി യുവാക്കളും പ്രായമായവരും എല്ലാവരും ഈ ഭരണത്തെ മടുത്തുകൊണ്ട് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാരെല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. അപ്പം ഇപ്പൊ നമ്മളുടെ ഇവിടുത്തെ ബ്ലോക്കിലേക്കുള്ള സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്മ അലിയാരാണ്. കഴിഞ്ഞ തവണ ഈ കുത്തക മുതലാളിക്കെതിരെ ഒറ്റ ഒരാൾ പോരാട്ടമായിട്ട് ആ പഞ്ചായത്തിൽ നിന്ന് പോരാടുകയും വളരെ കരുത്തുറ്റ ഒരു വനിതയാണ്. അപ്പം അതുകൊണ്ട് എന്റെയും കുടുംബത്തിന്റെയും ഈ നാട്ടിലുള്ളവരുടെ വോട്ട് അസ്മത്തേക്കാണ്. നല്ല പ്രവർത്തനമായിരുന്നു അസ്മാലിയാരുടെ. ADS ആയിട്ടും CDS ആയിട്ടും വാർഡിൽ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. മെമ്പറായിട്ടും നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പൊതുവെ എല്ലാവർക്കും നല്ല നല്ല അഭിപ്രായങ്ങളാണ് മെമ്പറെ പറ്റിയിട്ട്. എന്ത് കാര്യം ആര് പറഞ്ഞാലും അവളെ കഴിയുന്നതാണെങ്കിൽ അവൾ ചെയ്തു തരും. ഏക പ്രതിപക്ഷ മെമ്പർ ആയിരുന്നല്ലോ കിഴക്കമ്പലം പഞ്ചായത്തിലെ 2020 പ്രതിപക്ഷം. അതിനെയൊക്കെ നേരിട്ട് അവള് നല്ല രീതിയിൽ തന്നെ വാർഡിലെ ഒരുവിധം നല്ല രീതിയിൽ തന്നെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്നു. സാധ്യത കറക്റ്റ് നമുക്കൊന്നും പറയാറായിട്ടില്ല. പക്ഷെ എല്ലാവരും നല്ല മെമ്പേഴ്സുകളാണ്.
പിന്നെ ഇവിടെ നമ്മുടെ മുൻ മെമ്പർ എന്ന് വെച്ചാൽ അസ്മാലിയാർ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. ഇവിടെ ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അസ്മാലിയാർ. 2020 തരംഗം ആഞ്ഞടിച്ചപ്പോഴേ ഇവിടെ മാത്രം ആ തരംഗം എത്തില്ല. നിങ്ങൾ 8 നിലയിൽ ഓടിച്ച ഒരു ചേലക്കുളം അങ്ങനെ ആരുടെയും മുന്നിലും തല കുനിക്കാത്തൊരു ജനതയാണ്. ഞങ്ങളുടെ പൂർവികർ മുതൽ അങ്ങനെ ആരുടെയും മുന്നിലും ഇന്നവരെ കൈനീട്ടാനോ പട്ടിണി കിടന്നിട്ട് പോലും അവരാരുടെ മുന്നിലും കൈനീട്ടാനോ യാചിക്കാനോ പോയിട്ടില്ല. ചേലക്കുളത്ത് ആർക്കാണ് സാധ്യത എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അതായത് ഡിവിഷനിലേക്ക് കൂടുതൽ സാധ്യത അസ്മാലിയാരെന്നാണ് കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ഒരു പേര്? ചേലക്കുളം പണ്ടും 2020 തുരത്തിയ നാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചേലക്കുളം ഡിവിഷനിൽ ഇത്തവണ എന്തായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടക്കം പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണ് അസ്മാലിയാർ. അസ്മാലിയാർ വലിയ മാർജിനിൽ വിജയിക്കുന്ന സ്ഥിതി ഉണ്ടോ? ഒരു തർക്കമില്ല. കാരണം 2020 കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്ന ഘട്ടത്തിനകത്ത് പ്രതിപക്ഷത്തിരുന്ന ഏക അംഗമായിരുന്നു അസ്മാലിയാർ. ആ ഏക അംഗമാണ് ആ പഞ്ചായത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് ഈ 2020 നടത്തിക്കൊണ്ടിരുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പുറത്തെത്തിച്ച ഒരു വാർഡ് മെമ്പറാണ്. അതുകൊണ്ട് 2020യുടെ കണ്ണിലെ കരടാണ് അസ്മാലിയാർ. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിരുപാധികമായ പിന്തുണ അസ്മാലിയാർക്ക് നൽകുന്നത്. എന്തായാലും മികച്ച ഭൂരിപക്ഷത്തിൽ ബ്ലോക്ക് ഡിവിഷനുകളിൽ വെച്ച് നോക്കുമ്പോൾ വാഴക്കുളം ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിക്കുന്നത് നിശ്ചയമായിട്ടും അത് അസ്മാലിയാരായിരിക്കും. അതിനകത്ത് ഒരു തർക്കമില്ല. അസ്മാലിയാർക്ക് എന്തുകൊണ്ടാണ് എല്ലാവരും അസ്മാലിയാരുടെ പേരാണല്ലോ? എല്ലാവരും അസ്മാലിയാരുടെ പേരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്മാലിയാർ കഴിഞ്ഞ 5 വർഷക്കാലം കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020 നടപ്പാക്കിയ ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പദ്ധതികൾക്ക് എല്ലാം എതിരായി പ്രവർത്തിക്കുകയും അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്ത ഒരാൾ. ആകെ ഒരു മെമ്പർ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു മെമ്പറാണ് പൊതുസമൂഹത്തെ ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഇത്തരം കൊള്ളരുതായ്മകൾ നടക്കുന്നുണ്ട്, അവിടെ ബസ് സ്റ്റാൻഡ് വിഷയമുണ്ട്, അവിടെ വെയിറ്റിംഗ് ഷെഡ് പൊളിക്കാൻ പോകുന്നുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ ജനറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും 2020 ജനങ്ങൾക്ക് എതിരായി പൊതുജനങ്ങൾക്ക് എതിരായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പൊതുജനത്തെ അറിയിച്ചത് അസ്മാലിയാരാണ്. ജനകീയ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. 100% അസ്മാലിയാർ ജനകീയ സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അസ്മാലിയാറിനാണ്. ഞാനൊക്കെ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. അപ്പൊ നമ്മളുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അസ്മാലിയാർ വിജയിക്കണം. 2020 എതിരായിട്ടാണ് മത്സരം, അല്ലാതെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലല്ല മത്സരം. അപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാവരും അസ്മാലിയാറിന് വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതും. അസ്മാലിയാർ വിജയിക്കും, 100% വിജയിക്കും. ഇവിടെ പണാധിപത്യവും ജനാധിപത്യവും തമ്മിലാണല്ലോ മത്സരം നടക്കുന്നത്. ഈ ചേലക്കുളത്തെ സംബന്ധിച്ച് നിങ്ങള് ആർക്കു മുമ്പിലും അടിയറവ് വെക്കാത്ത ഒരു ജനതയാണല്ലോ. ഒരു അഭിമാനം തോന്നുന്നില്ലേ 2020 മുമ്പിൽ തലമുനിക്കാത്ത? തീർച്ചയായിട്ടും ഇത്തവണ ജനകീയ മുന്നണി ഉറപ്പായിട്ടും വരും. എന്തൊരു അഭിപ്രായം ജനകീയ മുന്നണി ജയിക്കും. എന്താണ് ചേലക്കുളത്തിനും ചേലക്കുളത്തെ വോട്ടർമാർക്കും ഒരു പ്രത്യേകതയുണ്ട്. 2020 കമ്പനി ഭരണത്തിന് മുമ്പിൽ മുട്ടുകുത്താത്ത ജനതയാണവർ. അതുകൊണ്ട് തന്നെ അവർ നിസ്സംശയം പറയുന്നു അസ്മ അലിയാർ ജയിക്കുമെന്ന്. അസ്മ അലിയാർ തരംഗം ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുള്ള കാരണം വോട്ടർമാർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് ഇവർ പോകുമ്പോൾ അവർ ഞെക്കാൻ പോകുന്ന ബട്ടൺ അത് ആരുടേതാണെന്ന് ഇവർ ഇപ്പോൾ തന്നെ നമ്മളുടെ മുമ്പിൽ പറയുമ്പോഴും അവരുടെ വാക്കുകളിൽ നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നത് ഒരു വലിയ കോർപ്പറേറ്റ് ഭരണത്തിനെതിരെ നിലനിൽക്കുന്ന ഒരു ജനതയുടെ ശബ്ദമാണ്. ആ ജനതയുടെ ശബ്ദമാകാൻ അസ്മാലിയാറിന് കഴിയും, അസ്മാലിയാറിന് മാത്രമേ കഴിയൂ എന്നാണ് നമുക്ക് ഈ മണ്ണിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.